Ja. Jag var så nyss med bara då. Det kan vara nytt med den professorn nu. Det kan vara så spännande. Ja. 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 Back ja. Så. Bye. വിരലൊടിച്ചെടുക്കുമല്ലോ നീ. എന്ത് പറയണ്ട ഡോക്ടർ? 8 മണിക്ക് കയറ്റാണ്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിനക്ക് ബാധർന്നാണ് ചോദിക്കായിരുന്നില്ലേ? അവൻ കുറെ ചോദിക്കും. അവൻ അന്നേരം മുതൽ ആദ്യം പിടിച്ചിരിക്കണം. എന്ത് കാര്യത്തിലാന്നാവോ? എന്താ കേൾക്കാ? നീ ആദ്യം കൂടെ നട്ടഹസിക്കണ്ടായല്ലോ. അവന്റെ വിചാരം ലോകത്ത് ആദ്യത്തെ ഗർഭിണി അവന്റെ ഭാര്യ എന്നാ. ഞാൻ നിന്നെയൊക്കെ പറ്റപ്പോ നിങ്ങളുടെ അച്ഛൻ ഇതേപോലെ പുറം കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. അന്നാ സ്നേഹത്തിന് വല്ല കുറവുണ്ടായോ? അതുമില്ല. എന്റെ അമ്മ പണ്ടത്തെ മാതിരി നല്ല ഈ സമയത്ത് ഭർത്താവിനൊരു പരിചരണം ഭാര്യയ്ക്ക് ഉണ്ടാവണത് നല്ലതാണ്. അപ്പൊ സയൻസ് അടക്കം പറയുന്നു. ഓ പറയട്ടെ പൊന്നോ. ചേട്ടനൊന്നും ഇന്ന് കാര്യമായിട്ട് ചോദിക്കേട്ടാ. ഞാൻ എന്ത് ചോദിക്കാനാടാ? അല്ല, അവര് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാകണില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക ചെയ്യേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ ഒന്നും പറയില്ല കേട്ടോ. ഹലോ 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 ഹലോ. ആരാ? മകളാ? മകളല്ല, ഭാര്യയാണ്. എനിക്ക് 3 പെൺമക്കളാണ്. ഒരു ആൺകുട്ടി ജനിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി വഴിപാടൊക്കെ കൊടുത്ത്, എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴാണ് ഒരു സ്വാമി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ജനിക്കാൻ വേണ്ടി പോണത് തങ്കമായ ഒരു ആൺകുട്ടിയാണ്. ഈ സ്ത്രീധനം അങ്ങോട്ട് കൊടുത്ത് കെട്ടിച്ചാൽ പോരല്ല, ഇങ്ങോട്ടും മേടിച്ചെടുക്കണ്ടേ, അതിനൊരാള് വേണ്ടേ. അപ്പൊ ജനിക്കാൻ പോണ കുട്ടിയെ കൊണ്ട് സ്ത്രീധനൊക്കെ വാങ്ങിപ്പിച്ചിട്ടേ പോകുന്നർത്ഥം. സുമേഷ് ഞാനാ ഭാര്യ പ്രസവിച്ചു. ഓ എന്താ സ്വാമി, പെൺകുട്ടിയാണ്. സ്വാമി ചതച്ച് കേട്ടോ. ഇരിക്കാണ്ട് ക്യാഷ് കൗണ്ടർ എടുക്കാൻ പറഞ്ഞു. ചെലവുണ്ടിട്ടാ. മന്മഥൻ. ജർമ്മനി മന്മഥൻ. ജർമ്മനി ജപ്പാനോ അല്ല, മന്മഥനല്ലേ? അതെ, ജർമ്മനിയിൽ വന്ന മന്മഥൻ. ഡോക്ടർ വിസിറ്റിംഗ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി. മണ്ടൂന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. എന്ത് പറ്റാനാണ്? അവരുടെയൊക്കെ ഭാര്യനെ പിന്നെയാണ് കയറ്റിയത്. അവരൊക്കെ പെറ്റതുണ്ടോ? അവരൊക്കെ പെറ്റോളും, നിന്റെ ഭാര്യയും പെറ്റോളും. അവിടെ അനങ്ങാതിരിക്കി. നിനക്ക് പേടിനെങ്കിൽ നീ വീട്ടിൽ പോയിരുന്നാ? വർക്കത്തില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കണം. മറിമായം.